എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഉണ്ടപ്പനും ഗോകുവും അവർ രണ്ടുപേരും ആ ക്യാറ്റിനോട് കാര്യങ്ങളെല്ലാം സംസാരിക്കുകയാണ്. ക്യാറ്റ് ആണെങ്കിൽ ഗോകുവിനോട് പറയും, ഒരു പ്രത്യേക തരം ഡിവൈൻ വാട്ടർ ഉണ്ട്, അത് നീ കുടിക്കുകയാണെങ്കിൽ നിനക്ക് ചില മാജിക് പവറൊക്കെ ഉണ്ടാവും. ആ പവർ ഉപയോഗിച്ച് നിനക്ക് ആ മോൺസ്റ്ററിനെ ഇല്ലാതാക്കാം. സോ ഗോകു ആണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഇപ്പോൾ ആ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് വരും. ഓൾറെഡി നമ്മുടെ ഉണ്ടപ്പൻ അവനും അബദ്ധത്തിൽ അതേ സ്ഥലത്തിൽ വന്ന് പെട്ട് കിടക്കുകയാണ്. അതിനുശേഷം അവർ മുൻപോട്ടേക്ക് പോകുന്ന സമയം ഒരു ഐസ് മോൺസ്റ്റർ അവരുടെ മുൻപിലേക്ക് വന്ന് അവർ രണ്ടുപേരെയും ഒരു കുഴിയിലേക്ക് അടിച്ച് തെറിപ്പിക്കും. കണ്ണു തുറന്ന് അവരുടെ പുറകെ ഇപ്പോൾ മാസ്റ്റർ റോഷിയുടെ രൂപത്തിൽ ഏതോ ഒരു വിചിത്രമായിട്ടുള്ള ആള് അങ്ങനെ ഫോളോ ചെയ്യുകയാണ്. ഗോകു ഉണ്ടപ്പനും ആണെങ്കിൽ ഒരുപാട് ദൂരം അകത്തേക്ക് പോകും. അവൻ്റെ ഒരേ ഒരു ലക്ഷ്യം എങ്ങനെയെങ്കിലും ആ ഡിവൈൻ വാട്ടർ കണ്ടെത്തുക എന്നത് മാത്രമാണ്. എന്നാൽ ഉണ്ടപ്പനാണെങ്കിൽ അവിടുന്ന് എങ്ങനെയെങ്കിലും പുറത്ത് കടന്ന് തിരികെ അവന്റെ സ്ഥലത്തേക്ക് പോകണം. അവർ രണ്ടുപേരും ഇപ്പോൾ ഒരുപാട് ദൂരം ഒരുമിച്ച് മുൻപോട്ടേക്ക് വരും. അതിനുശേഷം ഇപ്പൊ രണ്ട് ഭാഗത്തേക്ക് പിരിയുകയാണ്. ഉണ്ടപ്പനാണെങ്കിൽ ഗോകുവിനോട് പറയും, നീ ഇവിടെ കിടന്ന് മരിക്കും, അതെനിക്ക് ഉറപ്പാണ്. അതേസമയം ഞാനാണെങ്കിൽ ഉള്ള ജീവനം കൊണ്ട് തിരികെ എൻ്റെ നാട്ടിലേക്ക് പോകും. ഗോകു ആണെങ്കിൽ തീർത്തു പറയും, എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനെ നഷ്ടപ്പെട്ടു. മാസ്റ്റർ റോഷി, മൊട്ടപ്പൻ, എന്ത് വില കൊടുത്തും എനിക്ക് അവരെ ഇല്ലാതാക്കിയവരോട് പകരം വീടണം. ആ മോൺസ്റ്ററിനെ എനിക്ക് കൊല്ലണം. അതിന് ഡിവൈൻ വാട്ടർ എനിക്ക് കിട്ടിയേ പറ്റൂ. അതില്ലാതെ ഞാൻ എവിടേക്കും ഇല്ലാന്ന് പറഞ്ഞ് രണ്ടുപേരും ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് രണ്ട് ഭാഗത്തേക്ക് പിരിഞ്ഞു പോവാണ്. ഗോകു ആണെങ്കിൽ ആ ഡിവൈൻ വാട്ടർ അത് അന്വേഷിച്ച് നടക്കുന്ന സമയത്തായിരിക്കും അവന്റെ പിന്നാലെ ആരോ അവനെ ഫോളോ ചെയ്യുന്നുള്ള കാര്യം അവൻ മനസ്സിലാക്കുക. ആ ഒരു സ്റ്റെപ്പിന്റെ ശബ്ദം അതങ്ങനെ അടുത്തടുത്ത് വരും. ഗോകു ആണെങ്കിൽ മറഞ്ഞു നിൽക്കും. അടുത്ത നിമിഷം ആരോ തൊട്ടടുത്തെത്തിയെന്ന് മനസ്സിലാക്കിയ ഗോകു ആണെങ്കിൽ കൈ ചുരുട്ടി ആളെ പഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ആളാണെങ്കിൽ ആ പഞ്ച് ബ്ലോക്ക് ചെയ്യും. വന്നത് മറ്റാരും അല്ല, മാസ്റ്റർ റോഷിയുടെ രൂപത്തിലുള്ള ഒരാള്. ഗോകു ആണെങ്കിൽ അദ്ദേഹത്തെ കണ്ട് ഒരുപാട് സന്തോഷിക്കും. വാവ് മാസ്റ്റർ റോഷി, നിങ്ങൾ മരിച്ചു പോയെന്നാണ് ഞാൻ അറിഞ്ഞത്. നിങ്ങൾ എങ്ങനെ ഇവിടേക്ക് എത്തി? അതിന് മാസ്റ്റർ പറയും, ഞാൻ നിന്നെ തേടിയാണ് ഇവിടേക്ക് വന്നത്. നീ എന്തിനാണ് ഇവിടേക്ക് വന്നത്? അതിന് ഗോകു പറയും, ഇവിടെ ഒരു ഡിവൈൻ വാട്ടർ ഉണ്ടെന്ന് ആ ക്യാറ്റ് പറഞ്ഞു. അത് കഴിക്കുകയാണെങ്കിൽ എനിക്ക് ആ മോൺസ്റ്ററിനെ ഇല്ലാതാക്കാൻ പറ്റും. ആ ഡിവൈൻ വാട്ടർ അത് ഇവിടെ എവിടെയെങ്കിലും കണ്ടോ? അതിന് മാസ്റ്റർ റോഷി ആണെങ്കിൽ അതെ, ഞാനത് കണ്ടു എന്ന് പറഞ്ഞ് ഗോകു വിളിച്ചു പോവാണ്. മാസ്റ്റർ ആണെങ്കിൽ വളരെ വേഗത്തിൽ മുൻപോട്ടേക്ക് നീങ്ങും. ഗോകു ആണെങ്കിൽ മാസ്റ്ററിനോട് സ്പീഡ് കുറയ്ക്കാൻ പറയും. അവന് മാസ്റ്ററിന്റെ സ്പീഡിനൊത്ത് ഇപ്പൊ പിന്നാലെ പോകാനായിട്ട് കഴിയുന്നില്ല. പക്ഷെ എങ്കിലും അവൻ സ്പീഡിൽ പോയി മാസ്റ്ററിനോട് ചേർന്ന് പോവാണ്. കട്ട് ചെയ്ത ഉണ്ടപ്പനാണെങ്കിൽ ഗോകുയെ കുറ്റപ്പെടുത്തി അങ്ങനെ മുൻപോട്ടേക്ക് വലിഞ്ഞു കയറും. അപ്പോൾ അവന്റെ തൊട്ട് മുൻപിൽ ഒരു മോൺസ്റ്റർ ലിസാർഡ്. ആദ്യം അതിനെ കാണുമ്പോൾ അല്പം പേടി തോന്നും. പക്ഷേ ഒരു ഗുഡ് സ്റ്റഫാണ്, എനിക്ക് എന്റെ വിശപ്പടക്കാൻ പറ്റിയ സാധനമാണെന്ന് പറഞ്ഞ് അതിനെ പിടിക്കാൻ അതിന്റെ പിന്നാലെ ഓടും. അതാണെങ്കിൽ സ്പീഡിൽ മുകളിലേക്ക് കയറി പോവും. ഇവിടെ മാസ്റ്റർ രൂപത്തിലുള്ള ആളാണെങ്കിൽ ഇപ്പൊ ഗോകുവായി ഒരു കാമ ഹൗസിലേക്ക് വരികയാണ്. ഗോകുവിനാണെങ്കിൽ അതൊക്കെ കണ്ട് ഒരുപാട് അത്ഭുതം തോന്നും. ആ മാസ്റ്റർ ആണെങ്കിൽ ഡോർ തുറന്ന് ഇപ്പൊ ഗോകു അകത്തേക്ക് കൊണ്ടുപോവാണ്. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ഔട്ട് ചെയ്ത് കാണിക്കും. ഗോകു പൂർണ്ണമായിട്ടും ആ ഡാർക്ക്നെസ്സിൽ പെട്ട് കിടക്കുന്നതായിട്ടായിരിക്കും ഇപ്പൊ കാണിക്കുക. ഇവിടെ ഗോകു ആണെങ്കിൽ വീടിന്റെ അകത്തേക്ക് വന്ന് ചുറ്റും നോക്കും. അപ്പൊ അവൻ കാണും അവന്റെ ഫ്രണ്ട്സ് അവരവിടെ ആയിട്ടിരിക്കുകയാണ്. ഗോകു ആണെങ്കിൽ അവരോട് സംസാരിക്കാനായിട്ട് തുടങ്ങും. നിങ്ങൾ ഇവിടെ ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതല്ല. അതിനവർ പറയും, മാസ്റ്റർ റോഷിയെ കൊണ്ട് എന്തും ചെയ്യാൻ കഴിയും. ഗോകു പറയും, ഞാൻ ഇവിടേക്ക് വന്നത് ആ ഡിവൈൻ വാട്ടർ അത് അന്വേഷിച്ചാണ്. അത് എത്രയും വേഗം എനിക്ക് കണ്ടെത്തണം എന്ന് പറയും. ആ മോൺസ്റ്ററിനെ അതിനെ എനിക്ക് കൊല്ലണം. അതിന് ബാക്കിയുള്ളവരാണെങ്കിൽ പൊട്ടിച്ചിരിക്കുകയാണ്. മോൺസ്റ്ററോ അങ്ങനെയൊന്നുമില്ല, നമ്മൾ അവസാനമായിട്ട് ആ ഒരു ഫൈറ്റ് മത്സരത്തിൽ പങ്കെടുത്തു, അത് നിനക്ക് ഓർമ്മയുണ്ടോ? തീർച്ചയായിട്ടും ഇവിടെ നിന്ന് എല്ലാവർക്കും ഒരുമിച്ച് ട്രെയിനിങ് ഒക്കെ എടുത്ത് അടുത്ത മത്സരം ഉഷാറാക്കണമെന്ന് പറയും. ഗോകുവിനാണെങ്കിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ചുറ്റും നടക്കുന്നുണ്ടെന്ന് മനസ്സിലാവും. അവനാണെങ്കിൽ ടെൻഷനായി അവിടുന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് പോവാണ്. അത് കണ്ട മാസ്റ്റർ റോഷി അവനെ തടയും. നീ ഒരു കാരണവശാലും ഇപ്പോൾ ഇവിടുന്ന് പുറത്തേക്ക് പോകാൻ പാടില്ല. ഇനിയും ആ ഡിവൈൻ വാട്ടറിന്റെ പിന്നാലെ പോകാനാണ് നിന്റെ പ്ലാനെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് ആ മാസ്റ്ററിന്റെ രൂപത്തിലുള്ള ആളാണെങ്കിൽ ഇപ്പോ വമ്പൻ ആക്ഷനൊക്കെ ഇടും. അടുത്ത നിമിഷം മാസ്റ്ററിന്റെ രൂപത്തിലുള്ള ആളാണെങ്കിൽ നേരെ താഞ്ഞടിക്കും. ആ ഒരു പ്രദേശം മുഴുവൻ തകർന്ന് ഇപ്പൊ വലിയ വലിയ പാറ കഷ്ണങ്ങൾ ഗോകുവിന് നേരെ തെറിക്കുകയാണ്. ഗോകു ആണെങ്കിൽ ഇതിന് മുൻപിൽ പെട്ടുപോവാതെ ജസ്റ്റ് മിസ്സിന് അങ്ങനെ ഓടി മാറിക്കൊണ്ടേയിരിക്കും. അതിനുശേഷം ആ ഒരു പാറകൾ അവൻ പഞ്ച് ചെയ്ത് തകർക്കുകയാണ്. മാസ്റ്ററിന്റെ രൂപത്തിലുള്ള ആളാണെങ്കിൽ ഇപ്പൊ ഗോകുവിനെ തടുക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ ഗോകു ആണെങ്കിൽ വിളിച്ചു പറയും, ഒരു കാരണവശാലും ആർക്കും എന്നെ തടയാൻ കഴിയില്ല. ഞാൻ ഈ ഇല്യൂഷനിൽ പെട്ടുപോവില്ല. എന്ത് വില കൊടുത്തു ആ ഡിവൈൻ വാട്ടർ അതെനിക്ക് നേടിയേ പറ്റൂ. മാസ്റ്ററിന്റെ രൂപത്തിലുള്ള ആളാണെങ്കിൽ വിളിച്ചു പറയും, ആ ഒരു ഹോളി വാട്ടർ അത് മനുഷ്യന്മാർക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതല്ല, അതാരും എടുക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് പാറകൾ ഇപ്പൊ ഗോകുവിന് നേരെ അയച്ചുകൊണ്ടേയിരിക്കും. ഗോകു
ആണെങ്കിൽ അതെല്ലാം തട്ടിത്തെറിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷെ ചിലത് ഗോകുവിന്റെ മുഖത്തും ദേഹത്തൊക്കെ ആഞ്ഞടിക്കുകയാണ്. ഗോകു തീർത്തു പറയും, എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായി നിങ്ങൾ എന്റെ മാസ്റ്റർ റോഷി അല്ല എന്ന്. ഒരു കാരണവശാലും ഞാൻ ഇവിടുന്ന് ആ ഹോളി വാട്ടർ ഇല്ലാതെ തിരികെ പോവില്ല. അതെനിക്ക് കിട്ടിയേ പറ്റൂ. അതിന് ഇല്ലാതാക്കാനും ഞാൻ മടിക്കില്ലാന്ന് പറഞ്ഞ് ഗോകു ആണെങ്കിൽ ഇപ്പൊ മാസ്റ്ററിന്റെ രൂപത്തിലുള്ള ആളുടെ മുൻപിലേക്ക് വരും. ഗോകു ആണെങ്കിൽ മാസ്റ്ററിന്റെ രൂപത്തിലുള്ള ആളുടെ കയ്യിൽ ആഞ്ഞെട്ടിക്കും. അതിനുശേഷം ആളെ അങ്ങനെ പുറകിലേക്ക് കൊണ്ടുപോവാണ്. മറ്റൊരു ഭാഗത്ത് ഉണ്ടപ്പനാണെങ്കിൽ ആ വലിയ ലിസാർഡിനെ പിടിക്കും. പക്ഷെ അത് ഞൊടിയിടയിൽ ഉണ്ടപ്പനെ തട്ടി താഴേക്കിടുകയാണ്. ഉണ്ടപ്പനാണെങ്കിൽ തെറിച്ചു വന്ന് ഇപ്പൊ ഗോകുവിന്റെ ദേഹത്തേക്ക് വീണ് രണ്ടുപേരും താഴേക്ക് വീഴും. ഗോകു ആണെങ്കിൽ ആ ബ്രിമ്മിൽ പിടിച്ച് ഉണ്ടപ്പൻ താഴെ പോവാതെ അവന്റെ കാലങ്ങനെ ലോക്ക് ചെയ്ത് പിടിക്കുകയാണ്. മാസ്റ്ററിന്റെ രൂപത്തിലുള്ള ആളാണെങ്കിൽ ഇപ്പൊ ഉണ്ടപ്പനെയും ഗോകുവിനെയും അങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടേയിരിക്കും. ഗോകു ആണെങ്കിൽ ഇപ്പൊ മാസ്റ്ററിനോട് റിക്വസ്റ്റ് ചെയ്യും, ദയവ് ചെയ്ത് ഞങ്ങളെ ഇപ്പൊ അറ്റാക്ക് ചെയ്യാൻ പാടില്ല. അവൻ ഒരു അനക്കം ഉണ്ടായ താഴേക്ക് പോവും. എനിക്കും നിങ്ങൾക്കും ഇടയിലാണ് ഫൈറ്റ്. ആ ഉണ്ടപ്പൻ അവൻ ഈ ഫൈറ്റിനിടയിൽ ഇല്ലാത്തവനാണ്. അവൻ എങ്ങനെയെങ്കിലും എനിക്ക് രക്ഷിക്കണം. അതിന് മാസ്റ്റർ വില്ലനാണെങ്കിൽ ക്യാഷ്ലായിട്ട് പറയും, ഒരു കാരണവശാലും നീ ആ ഹോളി വാട്ടർ എടുക്കാൻ പാടില്ല. നിന്റെ ഫ്രണ്ടിനോടൊപ്പം നീ ഇപ്പൊ തന്നെ ഇവിടുന്ന് കടന്നു പോകണം. ഗോകു അതിനെ തീർത്തു പറയും, ഇപ്പോഴത്തെ ഏറ്റവും വലിയ ലക്ഷ്യം ആ ഹോളി വാട്ടർ എടുക്കുക എന്നത് മാത്രമാണ്. ഒരു കാരണവശാലും ആ വാട്ടർ എടുക്കാതെ ഞാൻ ഇവിടുന്ന് കടന്നു പോവില്ല. ഇവനെ മാത്രം ഇവിടുന്ന് രക്ഷപ്പെടുത്തി വിടാനായിട്ട് നിങ്ങൾ എന്നെ അനുവദിക്കണം. അത് കേട്ട് ഇപ്പൊ മാസ്റ്റർ ആണെങ്കിൽ ഗോകുവിന്റെ കയ്യിൽ ആഞ്ഞു ചവിട്ടുകയാണ്. ഗോകു ആണെങ്കിൽ വേദന കൊണ്ട് പെടയും. പക്ഷെ അപ്പോഴും അവിടുന്ന് പിടിവിടാനോ ഉണ്ടപ്പന്റെ കാലിൽ നിന്ന് കൈയെടുക്കാനോ അവൻ തയ്യാറാവില്ല. മാസ്റ്റർ ആണെങ്കിൽ വീണ്ടും ഗോകുവിന്റെ മുഖത്ത് അറഞ്ചം പുറഞ്ചം കിക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഗോകു അവന്റെ മുഴുവൻ പവറും കൊടുത്ത് അവിടെ അങ്ങനെ പിടിച്ചു കിടക്കുകയാണ്. കൺട്രോൾ പോയ ആ മാസ്റ്ററിന്റെ രൂപമുള്ള ആളാണെങ്കിൽ ഇപ്പൊ പവർ ഗോകുവിന് നേരെ ഉപയോഗിക്കുകയാണ്. ആ ഒരു പവറിൽ ബോഡി മുഴുവൻ ഒരുപാട് പരിക്കുകൾ ഉണ്ടായി ചോര തുളുമ്പി അങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ടും അവൻ ഉണ്ടപ്പനെ വിടില്ല. ഉണ്ടപ്പനാണെങ്കിൽ ഗോകുവിനോട് പറയും, നീ ഇത്രയും എനിക്ക് വേണ്ടി സഹിക്കേണ്ട ആവശ്യമില്ല, നിനക്ക് ധൈര്യമായിട്ടും പിടിവിടാം. പക്ഷെ ഗോകു ആണെങ്കിൽ ടെററായിട്ട് അങ്ങനെ അവനെ പിടിച്ചു നിൽക്കുകയാണ്. മാസ്റ്റർ രൂപമാണെങ്കിൽ വീണ്ടും ആളുടെ പവർ ഉപയോഗിക്കും. ആ പവറിലും ഗോകു ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിലും അവൻ വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ല. അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ഇപ്പോൾ മാസ്റ്ററിന്റെ രൂപം ഇവിടുന്ന് ഇൻവിസിബിൾ ആവും. ഗോകു പിടിച്ചിരുന്ന ആ ഭാഗം അതങ്ങനെ പൊട്ടുകയാണ്. ഉണ്ടപ്പനാണെങ്കിൽ ഉച്ചത്തിൽ നിലവിളിക്കും. കുറച്ചു കഴിഞ്ഞ് അവർ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അവർക്ക് യാതൊരു കുഴപ്പമില്ല. ആണെങ്കിൽ ചുറ്റും നോക്കും. അവരുടെ തൊട്ട് മുൻപിലായിട്ട് വലിയൊരു നദി. അതിൽ നിന്ന് വീണ്ടും ഒരു ഐസ് മോൺസ്റ്റർ മുകളിലേക്ക് വരികയാണ്. ഗോകു ദേഷ്യപ്പെട്ട് ചോദിക്കും, സത്യം പറയും, നീ ആരാണ്? ആ ഐസ് മോൺസ്റ്റർ പറയും, നീ പേടിച്ച ആ ഡാർക്ക്നെസ് അത് ഞാനാണ്. നീ അന്വേഷിച്ചു വന്ന ആ ഒരു ഡിവൈൻ വാട്ടർ അത് നിന്റെ തൊട്ട് മുൻപിലുണ്ടെന്ന് പറയും. അവരാണെങ്കിൽ അവിടേക്ക് നോക്കും. ജഗ്ഗും ഒരു കപ്പും അവർ കാണുകയാണ്. ഗോകു ഉണ്ടപ്പനും അതിൻ്റെ അടുത്തേക്ക് വരും. ആ ഒരു ഐസ് മോൺസ്റ്റർ ആണെങ്കിൽ ഗോകുവിനോട് പറയും, ആ ഡിവൈൻ വാട്ടർ അതൊരു സാധാരണ വാട്ടർ അല്ല. ഫിസിക്കലിയും സ്ട്രെങ്ത് ഉള്ളവർക്ക് മാത്രമേ അത് കുടിക്കാനായിട്ട് കഴിയൂ. അതല്ല എങ്കിൽ അത് കുടിക്കുന്നവർ സ്പോട്ടിൽ മരണപ്പെടും. മാത്രമല്ല എക്സ്ട്രാ പവറും അത് കുടിക്കുന്നവർക്ക് ആവശ്യമാണെന്ന് പറയും. ഉണ്ടപ്പനാണെങ്കിൽ അത് കുടിക്കുന്നതിൽ നിന്നും ഗോകുവെ വിലക്കും. പക്ഷെ ഗോകു ആണെങ്കിൽ തീർത്തു പറയും, എന്റെ മുൻപിൽ മറ്റു വഴിയില്ല, ഡു ഓർ ഡൈ. ഉണ്ടപ്പനാണെങ്കിൽ ഇപ്പോ ആ ഒരു ഐസ് മോൺസ്റ്ററിനോട് ഈ ഒരു ഡിവൈൻ വാട്ടർ അത് കുടിച്ചിട്ട് ആർക്കെങ്കിലും പവർ കിട്ടിയിട്ടുണ്ടോ ചോദിക്കും. അതിന് ആ മോൺസ്റ്റർ പറയും, ഇല്ല, ഇത് കുടിച്ചവരൊക്കെ തന്നെ മരണപ്പെട്ടിട്ടേ ഉള്ളൂ. ഉണ്ടപ്പനും ഗോകു ആണെങ്കിൽ അത് കേട്ട് ഞെട്ടും. ഉണ്ടപ്പനാണെങ്കിൽ വിളിച്ചു പറയും, ഇവൻ നമ്മളെ പറ്റിക്കുകയാണ്, ഇത് പോയിസൺ വാട്ടർ ആണ്, ഇത് കുടിച്ചാൽ നെയ്യും മരിക്കും. പക്ഷെ ഗോകു ആണെങ്കിൽ ഉറപ്പിച്ചു പറയും, എന്റെ മുൻപിൽ വേറെ ഒരു വഴിയുമില്ല, ഇത് ഞാൻ കുടിക്കുക തന്നെ ചെയ്യും. അത് കേട്ട് ഉണ്ടപ്പൻ പറയും, നിന്റെ അവസ്ഥ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ ഇത് പോയിസൺ ആണ്, ഇത് കുടിക്കാൻ പാടില്ല. പക്ഷെ ഗോകു ആണെങ്കിൽ അതൊരു ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കാനായിട്ട് റെഡിയാവും. പിന്നെ ഉണ്ടപ്പനാണെങ്കിൽ ഗോകുവിനെ തടഞ്ഞ് അതിൽ നിന്നൊരല്പം അവൽ തട്ടിച്ച് നോക്കുകയാണ്. അടുത്ത നിമിഷം അവൻ എന്തൊക്കെയോ ബാഡായിട്ട് ഫീൽ ചെയ്ത് അവൻ താഴേക്ക് അടിച്ചു വീഴും. എന്നിട്ട് ഗോകുവിനോട് പറയും, നീ ഇത് കുടിക്കാൻ പാടില്ല, ഉറപ്പായിട്ടും പോയിസൺ തന്നെയാണ്. ഗോകു ആണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാതെ ആ വെള്ളം അത് കുടിക്കുകയാണ്. അടുത്ത നിമിഷം ഒരുപാട് വേദനയിലും ബുദ്ധിമുട്ടിലും ഒച്ചത്തിൽ അലറി ഇപ്പൊ താഴേക്ക് അടിച്ചു വീഴും. ഒരു സെക്കൻഡ് അവന്റെ കൺമുൻപിലൂടെ ആ ഡ്രാഗണും മാസ്റ്ററും കാമേ ഹൗസും ഫ്രണ്ട്സും എല്ലാവരും മിന്നിമായും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇവിടെ ആ ഒരു ചീഫ് ആളാണെങ്കിൽ ഇപ്പോൾ എല്ലാവരുടെയും മുൻപിൽ മോൺസ്റ്റർ പിഗലോ അവനാണ് അടുത്ത ചീഫ് എന്ന് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്യുകയാണ്. അത് അനൗൺസ് ചെയ്യേണ്ട താമസം ആ മോൺസ്റ്റർ ആണെങ്കിൽ ചീഫിനെ തൂക്കിയെടുത്ത് ദൂരേക്ക് വലിച്ചെറിയും. കാമേ ഹൗസിൽ നമ്മുടെ ആൾക്കാരാണെങ്കിൽ ആ ന്യൂസ് കേട്ട് ഞെട്ടും. നമ്മുടെ ആൾക്കാർ മാത്രമല്ല, ലോകത്തെമ്പാടുള്ളവരെല്ലാവരും അത് കേട്ട് ഞെട്ടുകയാണ്. മോൺസ്റ്റർ ആണെങ്കിൽ എല്ലാവരോടും സംസാരിക്കും, ഞാനാണ് നിങ്ങളുടെ പുതിയ ചീഫ് റൂളർ. ഇനി മുതൽ ഇവിടെ കൊല, മോഷണം, റേപ്പ് അതൊന്നും തന്നെ ഇല്ലീഗലല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ഇവിടെ ചെയ്യാം. അതൊക്കെയാണ് ഞാൻ എന്റർടൈൻ ചെയ്യുന്ന കാര്യങ്ങൾ. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ ഗോകു ആണെങ്കിൽ ഇപ്പോഴും അവന്റെ ജീവന് വേണ്ടി പോരാടിക്കൊണ്ടേയിരിക്കുകയാണ്. ഉണ്ടപ്പനാണെങ്കിൽ ഗോകുവിനോട് പറയും, ഒരു കാരണവശാലും എന്റെ ജീവൻ വെടിയാനായിട്ട് പാടില്ല. അടുത്ത നിമിഷം ഗോകുവിന്റെ ആ ഒരു മോൺസ്റ്റർ പവർ കാണിക്കും. ഇവിടെ ക്യാറ്റ് ആണെങ്കിൽ അത് കണ്ട് ഞെട്ടുകയാണ്. വാവ്, ആദ്യമായിട്ട് ഡിവൈൻ വാട്ടർ
വാട്ടർ കുടിച്ച ഒരാൾ സർവൈവ് ചെയ്തിരിക്കുകയാണ്. ഗോകുവിന്റെ പവർ അത് ശരിക്കും എന്നെ ഞെട്ടിച്ചു. ഗോകു ഇപ്പോൾ വേറെ ലെവലായിരിക്കുകയാണെന്ന് പറയും. ഇവിടെ ഉണ്ടപ്പനാണെങ്കിൽ ഭയങ്കര സന്തോഷം, കാരണം ഇപ്പോൾ ബാക്ക് ടു നോർമൽ ആയിരിക്കുകയാണ്. ഗോകു ആണെങ്കിൽ പതിയെ എഴുന്നേൽക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.